വെള്ളം വെച്ച് പുട്ടോ മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പുട്ടാണ് മെയിനായിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ കുക്കറിനടിയിൽ ആ വെള്ളത്തിൻ്റെ അടയാളം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പഴയ നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞതിൻ്റെ നാരങ്ങയുടെ തൊണ്ടായാലും മതി, അല്ലെങ്കിൽ ഒരു കഷ്ണം നാരങ്ങ, ഇതുപോലത്തെ ഒരു കഷ്ണം നാരങ്ങ ഈ കുക്കറിനകത്തുള്ള വെള്ളത്തിലിട്ടിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇതിനകത്ത് ആ വെള്ളത്തിൻ്റെ അത്രയും അടയാളം വരില്ല. അത് ഈ കുക്കർ നല്ല ക്ലീൻ ആയിട്ട് നല്ല വെള്ള കളറിൽ തന്നെ ഇരിക്കും. ഈ ടിപ്പ് നിങ്ങൾ എല്ലാവരും, ഈ വെള്ളത്തിനകത്താണ് ഈ നാരങ്ങ ഇടാനുള്ളത്, ഈ ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. ഇതുപോലെ തന്നെ നമ്മൾ ഇഡലി ഉണ്ടാക്കുമ്പോൾ ആ ഇഡലി പാത്രത്തിൻ്റെ അടിയിലും ഇതുപോലെ ഒരു നാരങ്ങയുടെ പീസോ നാരങ്ങയുടെ തൊണ്ടോ ഇട്ടിരുന്നാൽ ആ ഇഡലി തട്ടിൻ്റെ അടിഭാഗവും കറക്കാതിരിക്കും. ഇതും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇതുപോലുള്ള നമ്മൾ ബാക്കി വന്ന സോപ്പുകളെല്ലാം നമ്മൾ സാധാരണ ഉപയോഗിക്കാതെ കളയുകയാണ് പതിവ്. ഇതിന് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാമെന്ന് നോക്കുന്നത് ഒരു പഴയ കുഞ്ഞുങ്ങളുടെ പഴയ ഒരു സോക്സ് ആണ്. ഈ സോക്സിനകത്ത് ഈ തീരാറായ സോപ്പിനെ നമ്മൾ ഇട്ടിട്ട് ഇതുപോലെ ഒരു കെട്ട് കെട്ടുക. എന്നിട്ട് ഇത് നമുക്ക് ദേഹത്ത് തേച്ച് കഴുകി കുളിക്കാനും എല്ലാം ഉപയോഗിക്കാം. ഈ സോക്സ് നല്ല ക്ലീൻ ആയ സോക്സ് ആയിരിക്കണം. ഇതിനകത്തൊരു റഫ്നെസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ദേഹം കഴുകി കുളിക്കുമ്പോൾ ആവശ്യത്തിന് റഫ് ആവാതെയും എന്നാൽ സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. നമുക്കിത് നല്ല രീതിയിൽ കുളിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ഇനി വേറൊരു കാര്യം, ഇതിനകത്ത് നമ്മൾ പറയുന്നത് വാഷിംഗ് സോപ്പാണ് നമ്മൾ ഇതിനകത്ത് ഇടുന്നതെങ്കിൽ അത് നമുക്ക് ഇതുപോലെ തുണി കഴുകാൻ നേരത്ത് വാഷ് ചെയ്യാൻ നേരത്ത് ഉപയോഗിക്കാം. പക്ഷേ തുണി വാഷ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തുള്ള ടിപ്പെന്ന് പറയുന്നത് ഇങ്ങനെ കഴുകുമ്പോൾ ചെറിയ സോപ്പിൻ്റെ ഈ ചെറിയ കഷ്ണങ്ങളൊന്നും ബട്ടൺസിലോ ഹൂക്കിലോ ഒന്നും ഉടക്കിയിരിക്കത്തില്ല. ഇത് ഒരു കിടിലൻ ട്രിക്കാണ്. നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു ടിപ്പ്, കുഞ്ഞുങ്ങളുടെ ഇന്നർ വെയേഴ്സ്, നമുക്ക് ഒരേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിലോ മൂത്തവരുടെ ഇളയവരുടെയും ഇന്നർ വെയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാനുള്ള ഒരു ട്രിക്കാണ് കാണിക്കുന്നത്. ഇതിന് നമുക്ക് ഇവിടെ വേണ്ടുന്നത് ഇതുപോലുള്ള ഏതെങ്കിലും കളറോ, ഇപ്പം നമ്മൾ ഇതിനകത്ത് ഈ കളർ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കളറുകളോ ഏതെങ്കിലും ഒരു കളർ എടുത്ത് ഈ ഇന്നർ വയറിൻ്റെ ഈ പാൻറ്റീസിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു അടയാളം നമ്മൾ കൊടുത്തു വെക്കുക. ഇതുപോലെ നമുക്ക് കൊടുത്തു വെക്കാം. അപ്പം ഈ അടയാളമുള്ള ഒരാളുടേതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് തെളിഞ്ഞ് കാണുന്ന അടയാളം വേണം നമ്മൾ കൊടുക്കാൻ. അല്ലെങ്കിൽ ഇപ്പോൾ നീല തന്നെ കൊടുത്താൽ നമുക്ക് ഈ അടയാളം കാണാൻ പറ്റില്ല. ഈ കളർ വാട്ടർ കളർ നിങ്ങളുടെ അടുത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ പഴയ നമ്മുടെ കട്ടയാകാറായ നൈൽ പോളിഷ് കളയാൻ വെച്ചിരിക്കുന്ന നൈൽ പോളിഷ് തൊട്ട് ഇതിൽ തേച്ചാലും മതി. അത് വാഷ് ചെയ്യുമ്പോഴും ആ കളർ പോവില്ല. കട്ട ആവാറ് നൈൽ പോളിഷ് ഇതുപോലെ കൊടുത്തു വെച്ചിരുന്നാലും മതി. അപ്പം ഓരോരുത്തരുടെ ഇന്നർ വയേഴ്സ് അവർക്ക് നോക്കി ഒന്നുകിൽ ഇത് വേറെ വേറെ കളറുകളിൽ ചെയ്യുക. ഒരാളിന് കളർ കുത്തിയതാണ് അടുത്ത ആളിന് കളർ കുത്താത്തതാണ് എന്ന് പറഞ്ഞെടുക്കുക. ട്വിൻസ് കുട്ടികളുണ്ടെങ്കിൽ അവർക്കിത് മാറിപ്പോകാതെ ഇങ്ങനെ എടുക്കാനുള്ള ഒരു നല്ല വിദ്യയാണ്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇന്നർ വയേഴ്സുകൾ വീട്ടമ്മമാർക്കാണെങ്കിലും പുറത്തിടുന്നതും വെളിയിലിടുന്നതും കൂടി മിക്സ് ആകാതിരിക്കാൻ നമുക്കിങ്ങനെ ഒരു അടയാളം കുത്തി മാറ്റി വെക്കാം. ഈ ടിപ്പും നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിക്കണം. അടുത്ത ടിപ്പ്, നമ്മൾ ഇതുപോലെ റോൾ ഓൺ നമ്മൾ ഉപയോഗിക്കുന്ന റോൾ ഓണിൻ്റെ ഒഴിഞ്ഞ ടിന്നാണ്, ഒഴിഞ്ഞ ഒരു കുപ്പിയാണിത്. ഇതിനെ നമുക്ക് ഉപയോഗപ്രദമായ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ബ്യൂട്ടി ടിപ്സിനൊക്കെ വേണ്ടിയിട്ട് കണ്ണിൻ്റെ തടങ്ങളിൽ തേനും നാരങ്ങ നീര് വെള്ളരിക്ക ജ്യൂസ് ഇതൊക്കെ നമ്മൾ തേക്കാറുണ്ട്. ഈ ടിന്നിൻ്റെ അടപ്പ് തുറന്നിട്ട് ആ വെള്ളരിക്ക ജ്യൂസ് നമ്മൾ എന്താണോ തേക്കാൻ ഉദ്ദേശിക്കുന്ന സൊല്യൂഷൻ അത് ഇതിനകത്താക്കിയിട്ട് നമ്മൾ കണ്ണിൻ്റെ തടത്തോ മുഖത്തോ ഒക്കെ നമ്മളിങ്ങനെ ഇതുപോലെ തേച്ചാൽ ഒരുപാട് പുറത്ത് വരില്ല. അത് നമ്മുടെ കയ്യിലൊന്നും ആവാതെ നമുക്ക് തേക്കാവുന്നതാണ്. മുഖത്ത് നല്ല രീതിയിൽ അത് പിടിച്ച് കിട്ടും. ഇങ്ങനത്തെ ടിന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടിന്നോ കുപ്പികളോ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ റോൾ ഓൺ ഇങ്ങനെ തിരിയും. ഇതിവിടെ ഇങ്ങനെ നമ്മൾ ഒരു കത്തി കൊണ്ട് തുറന്നെടുത്താൽ മതി. എന്നിട്ട് അതിനകത്ത് ആ ലിക്വിഡ് നിറച്ച്
ഇതുപോലെ നമുക്ക് ദേഹത്ത് തേക്കാവുന്നതാണ്. കഴുത്തിലും കഴുത്തിൻ്റെ ബാക്കിലൊക്കെ എന്തെങ്കിലും ഇതുപോലെ നമുക്ക് ലിക്വിഡുകൾ തേക്കണമെങ്കിൽ ഇതിനകത്താക്കി തേച്ചാൽ മതി. ഈ ടിപ്പും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.